ഫോറസ്റ്റുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഇവിടെ വൈകുന്നേരം വന്ന് ഈ റോഡരിയിൽ നിന്ന് തീയിടും. ഇവിടെ ഈ വൈകുന്നേരം പെൺകുട്ടികളൊക്കെ ഈ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10-11 മണി വരത്തേക്ക് ഈ റോട്ടിൽ കൂടെ എപ്പോഴും തീയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഇത് അനുവർത്തിച്ച് വരുവാണ്. മുള്ളിരിങ്ങാടിനെ ഭീതിയിലാഴ്ത്തി വീണ്ടും കാട്ടാനകൾ. ജനവാസ മേഖലയ്ക്ക് സമീപത്തായി കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ രാത്രികളിൽ ആഴികൂട്ടി കാവലിരിക്കുകയാണ് നാട്ടുകാർ. തലക്കോട് റേഞ്ചിന് കീഴിലുള്ള തേക്കിൻകൂപ്പിലൂടെ മുള്ളിരിങ്ങാട് തോടും കടന്ന് ചാത്തമറ്റ വരെ ആനകൾ എത്താറുണ്ട്. ഏതാനും ദിവസം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഇവിടെ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഫോറസ്റ്റുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഇവിടെ വൈകുന്നേരം വന്ന് ഈ റോഡരിയിൽ നിന്ന് തീയിടും. ഇവിടെ ഈ വൈകുന്നേരം പെൺകുട്ടികളൊക്കെ ഈ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10-11 മണി വരത്തേക്ക് ഈ റോട്ടിൽ കൂടെ എപ്പോഴും തീയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഇത് അനുവർത്തിച്ച് വരുവാണ്. അക്കരെ മേഖലയിലാണ് ഇത് തന്നെ സംഭവം നടക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഒരു മാസം പിന്നെ ഈ നമ്മുടെ അപ്പറേ അൽത്താപ്പ് മരിച്ചിട്ട് അത് ആന കുത്തിക്കൊന്നാണ്. അത് ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കാര്യങ്ങളും നമുക്കുണ്ടായിട്ടില്ല. ഒന്നിൽ ട്രെഞ്ച് താത്തുക, ഫെൻസിങ് ഇട്ടുകൊണ്ട് പ്രയോജനമില്ല. ട്രെഞ്ച് താത്തിങ്ങിലാണ് ഈ കാര്യങ്ങൾ തീരുമാനമാവുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടാന ആക്രമണം നേരിടാൻ അധികാരികൾ ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ ഒന്നുമായിട്ടില്ല. ആനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനയെ തുരത്താനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുള്ളിരിങ്ങാട് തലക്കോട് റോഡിനരികിൽ പനങ്കുഴിത്തോടിന് സമീപത്തായി വനാതിർത്തിയിൽ വേർതിരിക്കുന്ന ഫെൻസിങ്ങിനു സമീപം കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. ഇതു കടന്ന് ഏത് സമയവും ആനകൾ എത്തുമെന്നാണ് ജനങ്ങളുടെ ഭയം. ഈ മേഖലയിലെ ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 3 ഷിഫ്റ്റായിട്ടാണ് 100 കണക്കിന് യുവാക്കൾ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നാടിനു കാവൽ നിൽക്കുന്നത്. സഹായത്തിന് വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരുമുണ്ട്. കാർബൈഡ് തോക്കിലൂടെ വെടിപൊട്ടിച്ചും തീ കൂട്ടിയിട്ടുമാണ് രാത്രികാലങ്ങളിൽ ആനയെ പ്രതിരോധിക്കുന്നത്. പുലർച്ചെ വരെ ദൗത്യം തുടരും. 52 ദിവസങ്ങളോളമായി നിരീക്ഷണം തുടങ്ങിയിട്ട്. രാത്രിയായാൽ ചുള്ളിക്കണ്ടം മുതൽ പതലക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ വിവിധയിടങ്ങളിൽ ആഴികൂട്ടി ആന കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് തടയാൻ ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ് ഈ യുവാക്കൾ. ഇങ്ങനെ എത്രനാൾ തുടരാൻ കഴിയുമെന്നറിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ഏതാനും ദിവസം മുമ്പ് പകൽ സമയത്ത് കാട്ടാന വലിയ പന മറിച്ച് റോഡിലേക്കിട്ട് ഇതുവഴി വന്ന ബസിന്റെ മുകളിൽ വീഴാതിരുന്നത് തലനാരിഴയ്ക്കാണ്. പനങ്കുഴിയിൽ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്ന ചെറിയൊരു കൈത്തോടുണ്ട്. ഇവിടെ പലപ്പോഴും ആനകൾ എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിന് അടിയന്തരമായി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.